വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലുള്ള വാക്കുകളെ 8 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിനെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നു. ഇത് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷനാണ്. അതിലൊന്നാണ് വേർബ്. വേർബ് പ്രവൃത്തിയെ കാണിക്കുന്നു. വേർബിനോടുകൂടി ടെൻസും ഉണ്ട്. അത് തികച്ചും വലിയ സബ്ജക്റ്റാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള വെർബുകളെ പറ്റിയാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. വേർബ് അല്ലെങ്കിൽ ക്രിയകളെ അവയുടെ പ്രവർത്തനവും സവിശേഷതകളെയും അടിസ്ഥാനമാക്കി പലതായി തരംതിരിച്ചിരിക്കുന്നു. ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, verbs are categorized based on the functions and characteristics. പ്രധാനപ്പെട്ട ചില വെർബുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. ആക്ഷൻ വെർബ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ആക്ഷനെ കാണിക്കുന്നു. എക്സ്പ്രസ് ഫിസിക്കൽ ഓർ മെൻ്റൽ ആക്ഷൻ. എക്സാമ്പിൾ റൺ, തിങ്ക്, ഡാൻസ്. 2. സ്റ്റേറ്റീവ് വെർബ്. പലപ്പോഴും ചിന്തകൾ, വികാരങ്ങൾ, ബന്ധങ്ങൾ എന്നിവയായി ബന്ധപ്പെട്ടൊരവസ്ഥയെ വിശദീകരിക്കുന്നു. ഡിസ്ക്രൈബ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ often related to thoughts, emotion, relationship. Example know, believe, feel. 3. ട്രാൻസിറ്റീവ് വെർബ്. ഇതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കാൻ നേരിട്ടുള്ളൊരു വസ്തു ആവശ്യമാണ്. റിക്വയർ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദെയർ മീനിങ്. എക്സാമ്പിൾ ഷീ റീഡ്സ് എ ബുക്ക്. 4. ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബിന് നേരിട്ടുള്ള വസ്തു ആവശ്യമില്ല. Do not require a direct object. Example he sleeps peacefully. 5. ലിങ്കിങ് വേർബ്സ്. സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ അധിക വിവരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. കണക്ട് ദ സബ്ജക്റ്റ് ടു അഡീഷണൽ ഇൻഫർമേഷൻ. എക്സാമ്പിൾ സീം, ബിക്കം, ഫീൽ. 6. ഓക്സിലറി വേർബ്സ്. സഹായക്രിയകൾ. പ്രധാനപ്പെട്ട ക്രിയകളുടെ ടെൻസുകളും മൂഡുകളും വോയിസുകളും മറ്റും രൂപപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും വിളിക്കുന്നു. അസിസ്റ്റ് ദ മെയിൻ വേർബ് ഇൻ ഫോമിംഗ് ടെൻസസ്, മൂഡ്സ് ഓർ വോയിസസ്. എക്സാമ്പിൾ ഹാവ്, ഡു, ബി. ഇതിൻ്റെയൊക്കെ വ്യത്യസ്ത ഫോമുകൾക്ക് പുറമെ മറ്റനേകം ഓക്സിലറി വേർബ്സും ഉണ്ട്. മെയിൻ വെർബിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓക്സിലറി വെർബ്. ചാനലിൽ ഓക്സിലറി വെർബിൻ്റെയും ധാരാളം വീഡിയോകളുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 7. മോഡൽ വേർബ്സ്. ആവശ്യകത, സാധ്യത, അനുവാദം, കഴിവ് എന്നിവയെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എക്സ്പ്രസ് നെസസിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ ഓർ എബിലിറ്റി. എക്സാമ്പിൾ ക്യാൻ, മസ്റ്റ്, മൈറ്റ്. ഇതിൻ്റെയും ധാരാളം വീഡിയോ ചാനലിലുണ്ട്. 8. റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ്. ഇവയുടെ പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പിളും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള വെർബിൻ്റെ 2 പ്രധാന വിഭാഗങ്ങളാണ്. റെഗുലർ വേർബ്സ് അവയുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും രൂപപ്പെടുത്തുമ്പോൾ സ്ഥിരമായ ഒരു ശൈലി, എ കോൺസിസ്റ്റൻറ്റ് പാറ്റേൺ പിന്തുടരുന്നു. അത് സാധാരണയായി ED ഓർ D അവസാനിക്കും. എക്സാമ്പിൾ പ്ലേ, played, played. Walk, walked, walked. Want, wanted, wanted. എന്നാൽ ഇറഗുലർ വെർബ് അവയുടെ പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പിളും രൂപപ്പെടുത്തുമ്പോൾ ഇങ്ങനെ സ്ഥിരമായ ശൈലി ഒരിക്കലും പിന്തുടരുന്നില്ല. അവയുടെ രൂപങ്ങൾ പലപ്പോഴും പൂർണ്ണമായി മാറുന്നു. എക്സാമ്പിൾ ഗോ, വെൻറ്റ്, ഗോൺ. ബൈ, ബോട്ട്, ബോട്ട്. ഈറ്റ്, ate, eaten. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ഇറഗുലർ വെർബ് അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും രൂപപ്പെടുത്തുന്നു. ഇത് മനഃപാഠമായി പഠിക്കുക എന്നതല്ല മറ്റ് എളുപ്പവഴി ഇല്ല. 9. ഫ്രേസൽ വെർബ്. ഒരു ക്രിയയെ ഒരു പ്രൊപ്പോസിഷനുമായോ അല്ലെങ്കിൽ ആഡ്വേർബുമായോ സംയോജിപ്പിച്ച് ഒരു പുതിയ അർത്ഥം സൃഷ്ടിക്കുന്നു. എക്സാമ്പിൾ ഗിവിൻ്റെ കൂടെ അപ്പ് എന്ന പ്രൊപ്പോസിഷൻ ചേർത്ത് ഗിവ് അപ്പ് എന്ന വാക്ക് സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ക്വിറ്റ് എന്നാണ്. 10. ഇൻഫിനിറ്റീവ്സ്. ഇത് വെർബിൻ്റെ ബേസ് ഫോമാണ്. ഇതിൻ്റെ മുന്നിൽ ടു ചേർക്കുന്നു. ടു റൺ, ടു ഈറ്റ്.
വേർബ് ഒരു പ്രവൃത്തിയെ സ്ഥിതിവിശേഷത്തെയോ കാണിക്കുന്നു. എല്ലാ വേർബിനും 4 ഫോംസ് ഉണ്ട്: ഇൻഫിനിറ്റീവ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ing ഫോം എന്നിങ്ങനെ. എക്സാമ്പിൾ: see, saw, seen, seeing. study, studied, studied, studying. ഇംഗ്ലീഷിൽ ഇങ്ങനെ പല വിധത്തിലുള്ള വെർബുകളുണ്ട്. വെർബിൻ്റെ കൂടെ ടെൻസുകളും വരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ചിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വെർബ്. വെർബിൻ്റെയും ടെൻസിൻ്റെയും നിരവധി വീഡിയോ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.